ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്ന ദിവസം പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ജലന്ധർ രൂപത. കേസിൽ സത്യം പുറത്തുവരാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും വിശ്വാസികൾക്കും വൈദികർക്കും അയച്ച സന്ദേശത്തിൽ രൂപത ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം കുറ്റപത്രം തയ്യാറാക്കി ഒരു മാസത്തിന് ശേഷമാണ് DGP കോടതിയിൽ സമർപ്പിക്കാൻ അനുമതി നൽകിയത്. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നുവെന്നാരോപിച്ച് കന്യാസ്ത്രീകൾ സമരം ആരംഭിക്കാനിരിക്കെയാണ് കുറ്റപത്രം സമർപ്പിക്കാൻ അനുമതി നൽകിയത്. കുറ്റപത്രം സമർപ്പിക്കുന്ന ദിവസം പ്രാർത്ഥനാ ദിനമായി ആചരിക്കാനാണ് ജലന്ധർ രൂപതയുടെ തീരുമാനം. അഡ്മിനിസ്ട്രേറ്റർ ആഗ്നേലോ ഗ്രേഷ്യസാണ് ഇത് സംബന്ധിച്ച സന്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ കേസിൽ സത്യം പുറത്തുവരാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിശ്വസ്തനായ ഫാദർ ആന്റണി മാടശ്ശേരിയെ കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിരുന്നു. 9,66 ലക്ഷം രൂപയാണ് അന്ന് പോലീസ് പിടിച്ചെടുത്തത്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായപ്പോൾ ഫാദർ ആന്റണി മാടശ്ശേരി അടക്കമുള്ളവരാണ് പിന്തുണ പ്രഖ്യാപിച്ച് ഒപ്പം നിന്നത്. KP അഭിലാഷ്, News 18, ഡൽഹി.